ഹേ ഗായ്സ്, ഇന്നില്ലേ കാസർഗോട്ടുകാരെ സ്പെഷ്യലായിട്ടുള്ള ബസലിൻ്റെ കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അത് നല്ല ബട്ടാണിയെല്ലാം ഇട്ട് വെച്ചെങ്കിലേ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ബസലിനും കൂടി കട്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബട്ടാണീൻ്റെ ഇല്ലേ കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ആ നേരം ഇല്ലേ ജസ്റ്റ് ഒന്ന് വറുത്തിട്ടെടുക്കാനുണ്ട്. മുളകും കൊത്തമ്പരിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതിയാണ്. ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് ചൂടാക്കിയിട്ട് എടുത്താൽ മതിയാണ്. പിന്നെ തേങ്ങ ചേർച്ചിട്ട് വെച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കല്ലിലാക്കുന്നത് ഉമ്മ. ആ പണ്ടത്തെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് കല്ലിൽ ആക്കണം. മിക്സിയിൽ അരച്ചെങ്കിൽ ഈ ടേസ്റ്റ് ഒന്നും കിട്ടാല. അങ്ങനെ കല്ലിൽ അരിയുമ്പോഴത്തേക്കും നമ്മൾ ബട്ടാണിയെല്ലാം സെറ്റായിട്ട് കിട്ടീനി. എന്നിട്ട് ബസാളം കൂടി ഇല്ലേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട. പിന്നെ ഉള്ളിയും തക്കാളിയും പിന്നെ ഒരു പച്ചമുളകും ഇട്ടിട്ടില്ലേ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുക്കറിൽ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിനാവല്ലേ. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ട് കിട്ടീനി. അപ്പോഴത്തേക്ക് ഏകദേശം കായ റെഡി ആയിട്ട് കിട്ടീനി. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഉള്ളി ഇട്ടിട്ട് കൊടുക്കുന്നത് അരിയുമ്പോഴത്തേക്ക് തന്നെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലപോലെ അരിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച ബസലിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് മൂടിയിട്ട് വെച്ചിട്ടില്ലേ തിളപ്പിച്ചിട്ട് എടുത്തങ്ങായി. അപ്പോൾ നല്ല ചൂട് ചോറ്റിനൊക്കെ ബീത്തിട്ട് വെച്ചെങ്കിൽ എന്ത് വേണ്ട അത്രക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ബസലിൻ്റെ കറി ഇഷ്ടമുള്ളവരല്ലേ കമൻറ്റ് ഇടാൻ മറക്കണ്ട. പിന്നെ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.